തിയേറ്റർ ഓഫ് ഡ്രീംസ് എന്ന വിളിപ്പേരുള്ള ഓൾഡ് ട്രാഫോർഡിലേക്ക് പല നായകന്മാരും വന്നുപോയിട്ടുണ്ട്. ചിലർ അവരുടെ വാക്കുകൾ കൊണ്ട് പേരെടുക്കും, മറ്റു ചിലർ അവരുടെ പോരാട്ട വീരത്താൽ ആളുകളുടെ മനസ്സ് കീഴടക്കും. പക്ഷേ നിശബ്ദമായി പോരാടി ടീമിനെ വിജയത്തിലേക്ക് നയിക്കുന്ന ചില അദൃശ്യ പോരാളികളും അവിടെ ഉണ്ടായിട്ടുണ്ട്. ബുദ്ധി കൊണ്ട് എതിരാളികളെ കീഴടക്കാൻ കെൽപ്പുള്ള കാം ആൻഡ് കമ്പോസ്ഡ് മിഡ്ഫീൽഡ് മൈസ്ട്രോസ്. അങ്ങനെ ഒരാളായിരുന്നു മൈക്കിൾ കാരിക്. റോയ് കീൻ്റെ ഡിസ്ട്രോയർ മോഡിൽ നിന്ന് കൺട്രോൾ ഫുട്ബോളിലേക്ക് യുണൈറ്റഡിനെ എത്തിക്കാൻ അലക്സ് ഫെർഗ്യൂസൺ കൊണ്ടുവന്നയാൾ. വീണ്ടും ഇതാ റൂബൻ അമോറിമിൻ്റെ പ്രക്ഷുബ്ധമായ കാലത്തിന് ശേഷം യുണൈറ്റഡിനെ രക്ഷിക്കാൻ അയാളിലേക്ക് തന്നെയാണ് യുണൈറ്റഡ് തിരിഞ്ഞത്. അമോറിമിൻ്റെ പടിയിറക്കത്തിന് ശേഷം താൽക്കാലിക പരിശീലനങ്ങളെ തേടിക്കൊണ്ടിരുന്ന യുണൈറ്റഡ് സ്പോർട്ടിംഗ് ഡയറക്ടർ ജെയ്സൺ വിൽകോക്സിനും CEO ഒമർ ബരേദയ്ക്കും മുന്നിൽ 3 ഓപ്ഷനുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, നേരത്തെ ഇതുപോലത്തെ അവസ്ഥയിൽ ടീമിനെ കൈപ്പിടിച്ചുയർത്തിയ ഒലെ ഗണ്ണർ സോൾഷ്യാർ. 2, പലതവണ കെയർടേക്കർ റോളിൽ അവതരിച്ച മുൻ ക്യാപ്റ്റൻ മൈക്കിൾ കാരിക്. 3, എറിക് ടെൻ ഹാഗിൻ്റെ അസിസ്റ്റൻ്റായി ടീമിലുണ്ടായിരുന്ന റൂട്ട് വാൻ നിസ്റ്റൽറോയ്. 3 പേരും ഫെർഗ്യൂസന് കീഴിൽ കളിച്ചവർ, അഥവാ യുണൈറ്റഡിൻ്റെ നല്ല കാലത്തിൻ്റെ മധുരം നുണഞ്ഞവർ. മൂവരുമായി മീറ്റിംഗ് നടത്തിയതിനു ശേഷം വിൽകോക്സും ബരേദയും ഫെർഗ്യൂസന് മുന്നിലേക്കാണ് ചെന്നെത്തിയത്. കാലമെത്ര കഴിഞ്ഞാലും യുണൈറ്റഡിനെന്നും അവസാന വാക്ക് അയാളുടേതാണല്ലോ. വിൽകോക്സ് കാരിക്കിൻ്റെ പേര് സജസ്റ്റ് ചെയ്തപ്പോൾ ഫെർഗ്യൂസൻ എതിർപ്പൊന്നും പറഞ്ഞില്ല. നേരത്തെ കെയർടേക്കർ മാനേജറായി ചുമതലയേറ്റിട്ടുള്ള കാരിക് ആ റോളിൽ തൻ്റെ പ്രതിഭ തെളിയിച്ചിട്ടുള്ളതാണ്. പോരാത്തതിന് ഹോസെ മൗറിനിയുടെയും ഒലെ ഗണ്ണർ സോൾഷ്യാറിൻ്റെയും അസിസ്റ്റൻ്റായി പ്രവർത്തിച്ചിട്ടുമുണ്ട്. ദ സോ കോൾ യുണൈറ്റഡ് DNA മനസ്സിലാക്കുന്നതുകൊണ്ട് കാരിക്കിന് ടീമിൽ അഡാപ്റ്റ് ചെയ്യാൻ എളുപ്പമാകുമെന്നാണ് യുണൈറ്റഡ് പ്രതീക്ഷിക്കുന്നത്. 2018 വിരമിക്കൽ പ്രഖ്യാപിച്ച കാരിക് 2021 വരെ യുണൈറ്റഡിൻ്റെ കോച്ചിങ് സ്റ്റാഫായി തുടർന്നു. ആ കാലയളവിൽ ടീമിലെ താരങ്ങളുടെയും ഡ്രസ്സിംഗ് റൂമിൻ്റെയും വിശ്വാസ്യത നേടിയെടുക്കാൻ കാരിക്കിനായിട്ടുണ്ട്. അത് വീണ്ടും ആവർത്തിക്കുമെന്നാണ് യുണൈറ്റഡിൻ്റെ പ്രതീക്ഷ. 2006 റോയ് കീൻ ഒഴിച്ചു വെച്ച ലെജൻഡറി 16 നമ്പർ ജേഴ്സി നൽകിയപ്പോൾ അതിർ തണിയുകയും അതിനൊത്ത പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തയാളാണ് കാരിക്. അതേ ലാഘവത്തോടെ ഈ പരിശീലന കുപ്പായം ഏറ്റെടുക്കാനും അതിനോട് നീതി പുലർത്താനും കാരിക്കിന് കഴിയും. ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ ഒരിക്കലും മടി കാണിക്കാത്തയാളാണ് ഈ 41-കാരൻ. 2021 കെയർടേക്കർ മാനേജറായി ടീമിലുണ്ടായിരുന്നപ്പോൾ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ബ്രൂണോ ഫെർണാണ്ടസിനെ ബെഞ്ചിലിരുത്താനും ചെൽസിക്കെതിരെ ക്രിസ്ത്യാനോയെ കളിപ്പിക്കാതിരിക്കാനും ധൈര്യം കാണിച്ചയാളാണ് കാരിക്. അന്ന് 3 മത്സരങ്ങളിൽ നിന്ന് VRLനെതിരെ ജയവും ചെൽസിക്കെതിരെ സമനിലയും ഓൾഡ് ട്രാഫോർഡിൽ ഗണ്ണേഴ്സിനെ കീഴ്പ്പെടുത്തിയിട്ടുമാണ് കാരിക് പടിയിറങ്ങിയത്. തുടർന്ന് ചാമ്പ്യൻഷിപ്പ് ടീം മിഡിൽസ്ബറോയിൽ 3 വർഷം. ആദ്യ സീസണിൽ പ്ലേ ഓഫ് യോഗ്യത, 2ാം സീസണിൽ 8ാം സ്ഥാനം, 3ാം സീസണിൽ 10ാം സ്ഥാനം. പരിശീലകൻ എന്ന നിലയിൽ ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റാറ്റുകളൊന്നുമല്ലെങ്കിലും യുണൈറ്റഡ് താരങ്ങളെ ഉപയോഗിച്ച് മികച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കാരിക്കിന് സാധിച്ചേക്കും. കാറുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താനെന്ന് മൈക്കിൾ കാരിക് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ESPNൻ്റെ റോബ് ഡോസൻ പറഞ്ഞു വെച്ചതുപോലെ നിലവിലെ അവസ്ഥയിൽ ഒരു നശിച്ച ഫെറാറിയുടെ ചാവിയാണ് കാരിക്കിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. മറ്റ് ടോപ്പ് ടീമുകളെക്കാൾ ഒരു ലാപ്പ് പുറകിലാണ് യുണൈറ്റഡ് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. 4 മാസം കൊണ്ട് തിരിച്ചുപിടിക്കാൻ സാധിക്കുന്നതെല്ലാം തിരിച്ചുപിടിക്കുക എന്നതാണ് കാരിക്കിൻ്റെ ജോലി. ചുമതലയേറ്റയുടൻ നേരിടാനുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിയെയും ആഴ്സണലിനെയുമാണ്. ഇനി പ്ലാനുകളെല്ലാം കൃത്യമായി ഭവിച്ചാൽ യുണൈറ്റഡ് ആ പരിശീലന സ്ഥാനം കാരിക്കിന് നൽകുമോ? അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? അതോ മറ്റു ഓപ്ഷനിലേക്ക് പോകണോ? കമൻറ്റ് ചെയ്യൂ.